50 വർഷത്തിന് മുമ്പ് ഒരാൾ ഒരു പ്ലാൻ ഉണ്ടാക്കി 50 വർഷത്തിന് ശേഷം നഗരത്തിലുണ്ടാകുന്ന വികസനങ്ങൾ മുൻകൂട്ടി കണ്ട് അതനുസരിച്ചുള്ള വെള്ളം വന്നാൽ, മഴ വന്നാൽ, പേമാരി വന്നാൽ, ഒരു ചെറിയ ചാറ്റൽ മഴ വന്നാൽ അവയ്ക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ടെക്നോളജി 50 വർഷം മുമ്പുണ്ട്, ഇപ്പോഴുമുണ്ട്. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, കോഴിക്കോടിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങൾ വിഷൻ 2035 2035 കോഴിക്കോട് എന്തായിരിക്കണം? 2035 വരാനിരിക്കുന്ന നമ്മുടെ പുതിയ പദ്ധതികളിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഒക്കെ എണ്ണം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു പാർക്കിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. വർഷങ്ങൾക്കപ്പുറത്തുള്ള നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകലാണ് യഥാർത്ഥ വിഷൻ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനിലെ വികസനം മുന്നോട്ട് വരണമെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമാണ് റോഡും പാർക്കിങ്ങും ഒക്കെ. കോഴിക്കോട്ടുകാർ ഒരിക്കലും വഴിയിൽ കുടുങ്ങി കിടക്കേണ്ടവരല്ല. അവർക്ക് തുറന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന അവസരമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഭരണസമിതിക്ക്, കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾക്കുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ടെക്നോളജി ഇവിടെ ഇന്നുമുണ്ട്, ഇന്നലെയുണ്ട്, 50 വർഷം മുമ്പുണ്ട്. കോഴിക്കോട് നഗരം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത തലമുറയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു നഗരമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുൻപന്തിയിൽ മുന്നോട്ട് പോകുന്നത്.